സ്ത്രീകളും നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന വയറു വീർക്കൽ, നടുവേദന അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞതായി തോന്നുക തുടങ്ങിയ അസ്വസ്ഥതകൾ വെറും ദഹനക്കേടോ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളോ ആയി തള്ളിക്കളയാറുണ്ട്. എന്നാൽ ആഴ്ചകളോളം ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ വിട്ടുമാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വിചാരിക്കുന്നതിലും വലിയൊരു ആരോഗ്യ പ്രതിസന്ധിയുടെ തുടക്കമാകാം. പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത്തരം ശാരീരിക മാറ്റങ്ങളെ നിസ്സാരമായി കാണുന്നത് ഭാവിയിൽ വലിയ അപകടങ്ങളിലേക്ക് വഴിതെളിയിക്കും. ശാസ്ത്രീയമായി പരിശോധിച്ചാൽ നമ്മുടെ ശരീരത്തിലെ അണ്ഡാശയങ്ങളെ ബാധിക്കുന്ന അർബുദം അഥവാ ഓവേറിയൻ ക്യാൻസറിന്റെ പ്രാരംഭ ലക്ഷണങ്ങളാകാം ഇവയെന്ന് നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യക്തമാക്കുന്നുണ്ട്. അണ്ഡാശയത്തിൽ ഉണ്ടാകുന്ന കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ചയാണ് ഈ രോഗത്തിന് കാരണം. ഇത് പെൽവിക് ഭാഗങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുകയും ദഹന പ്രക്രിയയെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞതായി തോന്നുന്നതും വിട്ടുമാറാത്ത മലബന്ധം അല്ലെങ്കിൽ മൂത്രമൊഴിക്കാനുള്ള അമിതമായ ആഗ്രഹം എന്നിവ ഉണ്ടാകുന്നതും. ജനിതകപരമായ കാരണങ്ങളല്ല, അതായത് കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ രോഗചരിത്രം ഉണ്ടെങ്കിലോ BRCA1, BRCA2 തുടങ്ങിയ ജീനുകൾ വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ സ്ത്രീകളെ ബാധിക്കുന്ന പ്രധാന അർബുദങ്ങളിൽ ഒന്നാണിത്. രോഗനിർണയം വൈകുന്നതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഈ ലക്ഷണങ്ങൾ അവഗണിക്കുന്നത് വഴി രോഗം ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളിൽ പടരുകയും നമ്മുടെ ഊർജ്ജനില പൂർണ്ണമായും നശിക്കുകയും ചെയ്യുന്നു. എത്ര വിശ്രമിച്ചാലും മാറാത്ത കഠിനമായ ക്ഷീണവും ശരീരഭാരത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളും ഇതിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നു. കൃത്യസമയത്ത് ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ തന്നെ ഇത് ദോഷകരമായി ബാധിക്കുകയും ജീവന് തന്നെ ഭീഷണിയാവുകയും ചെയ്യും. മുലയൂട്ടൽ, പ്രസവം തുടങ്ങിയ ചില സ്വാഭാവിക ഘടകങ്ങൾ ഇതിനുള്ള സാധ്യത കുറയ്ക്കാറുണ്ടെങ്കിലും പൂർണ്ണമായി തടയാൻ നിലവിൽ മറ്റ് മാർഗങ്ങൾ ഇല്ലാത്തതിനാൽ പ്രതിരോധം മാത്രമാണ് ഏക പോംവഴി. നിത്യേനയുള്ള ആരോഗ്യകരമായ ശീലങ്ങളും കൃത്യമായ ഇടവേളകളിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നിരീക്ഷിക്കലുമാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇത്തരം ക്യാൻസർ പാരമ്പര്യമുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായത്തോടെ കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. 0 ചെലവിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ ശരീരത്തെ തിരിച്ചറിയുക എന്നത് മാത്രമാണ്. ശരീരം തരുന്ന ഇത്തരം ചെറിയ മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കാൻ ഈ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക എന്നത് പ്രധാനമാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അത് വരാതെ സൂക്ഷിക്കുന്നതും പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിയുന്നതും. അതുകൊണ്ട് ഈ വീഡിയോയുടെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊണ്ട് നിങ്ങളുടെ അമ്മമാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ഇത് പങ്കുവയ്ക്കുക. നിങ്ങളുടെ ഒരു ചെറിയ ശ്രദ്ധ ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിന്റെ വലിയൊരു സുരക്ഷയ്ക്ക് കാരണമായേക്കാം.